ഹായ്, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഞാൻ കുറച്ച് ലേറ്റായി പോയി എന്നറിയാം. കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഞാനൊരു ലോങ് വീഡിയോ തന്നെ ചെയ്യുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് എനിക്ക്. പ്ലസ് നിങ്ങളെല്ലാവരും ന്യൂ ഇയറിനെ തന്നെ കാണാൻ പറ്റിയതിലും വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ന്യൂ ഇയറൊക്കെ ആയിട്ട് നമുക്ക് കുറച്ച് മോട്ടിവേഷനിൽ തന്നെ തുടങ്ങാമല്ലേ. ഇതിപ്പോൾ ഞാൻ വന്നേക്കുന്നത് നമ്മുടെ ടെയിൽ ഓഫ് ടോക്സിൻ്റെ പുതിയൊരു പരിപാടിയായിട്ടാണ്. നമ്മൾ ഇതിനകത്ത് ഒരുപാട് മെയിൻ അല്ലാതെ പോകുന്ന കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ടാവില്ലേ നമ്മുടെ സിനിമകളിലൊക്കെ. ചില പോയിൻ്റ് നമ്മളെ വന്ന് പഠിപ്പിച്ചിട്ട് പോകുന്ന സൈഡ് ക്യാരക്ടേഴ്സ്, സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സൊക്കെ, അവരെക്കുറിച്ച് നമുക്കൊന്ന് എടുത്തു പറയാം. ആരും ശ്രദ്ധിക്കാവുന്ന പോകുന്ന കുറച്ച് ആൾക്കാരെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. അതാണ് ടെയിൽ ഓഫ് ടോക്സിൻ്റെ ഈ പുതിയ എപ്പിസോഡ്. അപ്പോൾ അധികം വലിച്ചു നീട്ടാണ്ട് നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. ന്യൂ ഇയറൊക്കെ അല്ലേ, നമുക്കൊരു എനർജി ആയിട്ട് തന്നെ തുടങ്ങാമല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ക്യാരക്ടർ നമുക്ക് ഒരുപാട് ഇൻസ്പിറേഷനായിട്ടുള്ളൊരു ക്യാരക്ടറായിരിക്കും. ആളുടെ പ്രവൃത്തി കൊണ്ടൊന്നുമല്ല, ആളുടെ ഒരു നല്ല ക്വാളിറ്റി ഉണ്ട്. ആ ഒരു ക്വാളിറ്റി നമ്മുടെ ലൈഫിൽ നമ്മൾ നേടിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നിനെക്കുറിച്ചും പേടിക്കേണ്ടി വരില്ല. മെയിനായിട്ടുള്ളൊരു കാര്യം എന്താണെന്നറിയോ, ആൾക്ക് തോൽവികളെ പേടിയില്ല. എന്ത് ചെയ്താലും തോറ്റു പോകുന്നതിനെ പുള്ളിക്ക് പേടിയില്ല. എത്ര വട്ടം വേണമെങ്കിലും പുള്ളി മത്സരിക്കും. തോൽക്കാൻ പുള്ളി തയ്യാറല്ല. തോറ്റെന്ന് നാട്ടുകാരെല്ലാവരും പറഞ്ഞോട്ടെ, പക്ഷേ അടുത്ത തവണയും നോമിനേഷനിൽ പുള്ളിയുടെ പേരുണ്ടാവും. ഞാൻ പറയുന്നത് വേറെ ആരെയും കുറിച്ചല്ല. പേരില്ലൂർ പ്രീമിയർ ലീഗിൽ അശോകൻ ചെയ്തൊരു ക്യാരക്ടറുണ്ട്. സോമൻ എന്നാണ് പുള്ളിയുടെ ക്യാരക്ടറിൻ്റെ പേര്, പക്ഷേ കേമൻ സോമൻ എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. കുറച്ച് കേമത്തരമൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഈ ഒരു സിനിമ അല്ലെങ്കിൽ ഈ ഒരു സീരീസാണ് കേട്ടോ. ഈ ഒരു സീരീസ് എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ഡ്രാമയാണ്. അതൊരു കോമഡി ആയിട്ട് അവതരിപ്പിച്ചേക്കാണ്. ഈ ക്യാരക്ടർ ഈ നാട്ടിലെ പ്രസിഡൻ്റായിട്ട് മത്സരിക്കുന്ന ഒരു ക്യാരക്ടറാണ്. എല്ലാ വർഷവും പ്രസിഡൻ്റായിട്ട് മത്സരിക്കും, തോറ്റുപോകും. ഇത് തന്നെയാണ് സ്ഥിരം പരിപാടി. പക്ഷെ പുള്ളിക്ക് അടുത്ത തവണ നോമിനേഷനിൽ പേര് കൊടുക്കുമ്പോൾ ഒട്ടും ടെൻഷനില്ല. തോറ്റുപോക്കോട്ടെ, എന്നെങ്കിലും ഒരു ദിവസം ഞാൻ ജയിക്കും, അടുത്ത ഇലക്ഷന് നമുക്ക് കാണാം എന്നാണ് പുള്ളി പറയുന്നത്. പുള്ളിക്ക് പുള്ളിയുടേതായ ടെൻഷനും വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ തോൽക്കാൻ പുള്ളി തയ്യാറല്ല. മറ്റാരുടെ മുന്നിലും പുള്ളി തോറ്റു എന്ന് പുള്ളി പറയില്ല. അടുത്ത ഇലക്ഷൻ നോക്കാം എന്നേ പറയുള്ളൂ. അത് നമ്മളെല്ലാവരും സ്വീകരിക്കേണ്ട ഒരു ക്വാളിറ്റിയാണ്. അതുപോലെ ഇതിനകത്തൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കോമഡി ആയിട്ട് അവർ അവതരിപ്പിച്ചേക്കാണ്. പക്ഷേ നമുക്ക് എല്ലാവർക്കും ഇൻസ്പിറേഷനായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും തോൽക്കാൻ പേടിയാണല്ലേ. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും തോറ്റു പോവുമോ എന്നുള്ളൊരു ഭയം. ഞാനാണെങ്കിൽ തന്നെ ഇത്രയും നാളും ഒരു ലോങ് വീഡിയോ ഇടാത്തതിൻ്റെ ഒരു മെയിൻ റീസൺ, ഞാൻ ചെയ്താൽ ശരിയാവില്ലേ, ഞാൻ തോറ്റു പോയാലോ എന്നുള്ളൊരു പേടി തന്നെയാണ്. ആ ഒരു പേടി മാറ്റിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ലൈഫിൽ ഒന്നും തിരിഞ്ഞു നോക്കാനുണ്ടാവില്ല. കാരണം നമ്മുടെ ഏറ്റവും വലിയൊരു കാര്യം വീണ് പോകുമോ എന്നുള്ള പേടിയാണ്. എന്തായാലും വീണോട്ടെ, ഞാൻ എണീറ്റ് നിൽക്കും എന്നുള്ള സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ പ്രശ്നം തീർന്നു അല്ലേ. പുള്ളി എനിക്ക് ആ ഒരു കാര്യം നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നു. സോ ഇന്ന് ന്യൂ ഇയർ അല്ല, ഈ ന്യൂ ഇയർ ആയിട്ട് 2026 നിങ്ങൾക്ക് ആ ഒരു ക്യാരക്ടറിനെ തന്നെ പരിചയപ്പെടുത്തിയിട്ട് നമ്മുടെ ഈ ഒരു പുതിയ എപ്പിസോഡ് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം പുതിയൊരു ക്യാരക്ടറുമായിട്ട്. ടിൽ ദെൻ, ബൈ ഫ്രം മീ ശിൽപ.